സദസ്സിൽ ഇയാളെ കാണൂല. ഒരു വയലിന്റെ പരിപാടിക്ക് ഒരാളും പുറത്തിറങ്ങി വരൂല. വീട്ടിന്റെ പുറത്തിറങ്ങാൻ മനുഷ്യന്മാര് ധൈര്യം കാണിക്കൂല. കാരണം ഞാൻ ആ അനുഭവത്തിന്റെ സാക്ഷിയാണ്. പേരാമ്പ്രയിലെ ജുമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞ റമദാനിന്റെ തൊട്ടു മുമ്പത്തെ റമദാനിന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇമാമായി ഖത്തീബായി സേവനം ചെയ്യുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ട മൂസ എന്ന് പറയുന്ന മാന്യ സഹോദരൻ മരണപ്പെടുന്നത്. അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റാതെ മയ്യത്ത് മറവ് ചെയ്തു ഒരൊറ്റ ദിവസം കഴിഞ്ഞില്ല. അപ്പോഴേക്ക് അടുത്ത അപകട വാർത്തയാണ്. മൂസ എന്ന് പറയുന്ന മൂസ സാഹിബിനെ ചികിത്സിച്ചവളായ സിസ്റ്ററായ അവിടുത്തെ നഴ്സായിരുന്ന പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സായിരുന്ന സിസ്റ്റർ ലിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവർക്ക് നിപ്പ വൈറസ് ബാധയുണ്ടെന്നറിഞ്ഞു. സുബ്ഹാനല്ലാഹ് തന്നെ കാണാൻ വിദേശത്ത് നിന്ന് മടങ്ങി വരുന്ന ഭർത്താവിനോട് കാണാൻ പോലും വിധിയില്ലല്ലോ എന്നും പറഞ്ഞൊരു കത്തും എഴുതി വെച്ചുകൊണ്ട് ആ പെൺകുട്ടി ലോകത്ത് നിന്ന് യാത്രയായി. ആ നഴ്സ് മരണപ്പെട്ടതോടുകൂടെ ഞാൻ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രദേശം അങ്ങ് വല്ലാത്ത നിശബ്ദമായി പോയി. അങ്ങാടികളിൽ ആളില്ല. ഷോപ്പുടമകൾ കടയുടെ ഷട്ടർ താഴ്ത്താൻ തുടങ്ങി. രാവിലെ മുതലിരുന്ന് വൈകുന്നേരം വരെ ഒരാൾ പോലും വരാനില്ല. കച്ചവടങ്ങൾ താറുമാറായി. ആളുകൾ അങ്ങാടിയിൽ കാണാനില്ലാതെയായി. ബസ്സുകൾ വെറുതെ ഓടാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ എന്നോടൊരു വയലിന്റെ ആള് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ വടകരയിലേക്ക് വയലിന് പോകുന്നുണ്ട്, നിങ്ങളെ പേരാമ്പ്ര വഴിക്ക് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇനിയിപ്പോ ഏതായാലും അതുവഴിയില്ല, ഞാൻ വഴി മാറ്റിയിട്ട് വേറൊരു വഴിക്ക് പോവാണെന്ന്. സുബ്ഹാനല്ലാഹ് ആ വഴി യാത്രക്കാര് പോലും അവിടെ വഴി വരാതെയായി. നിസ്കരിക്കാൻ വരുന്ന ആളുകൾ മാസ്ക് ധരിച്ചു വരാൻ തുടങ്ങി. ഒരു 2 മരണം കൂടി രേഖപ്പെടുത്തിയപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വിളിച്ചത്. എന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എടാ നിന്റെ പള്ളിയുടെ 400 മീറ്റർ അപ്പുറത്തു നിന്നുള്ളാണ്. 400 മീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ 2ാമത്തെ മരണം രേഖപ്പെടുത്തപ്പെട്ടത്. എടാ ഉമ്മാക്ക് പേടിയാണടാ, പള്ളി നിർത്തിയിട്ട് തൽക്കാലം മടങ്ങിപ്പോരെ, ഒന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചു. എന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ പറഞ്ഞു, പേടിയാണ്, നിങ്ങൾ എന്തിനാണ് വെറുതെ അവിടെ നിൽക്കുന്നത്? ശമ്പളം വേണ്ട, ഒരു ജോലിയും നിങ്ങൾ ചെയ്യണ്ട, ആരോഗ്യം കിട്ടിയാ പോരെ, ആയുസ് കിട്ടിയാ പോരെ, ഒന്ന് മടങ്ങിപ്പോരിക്ക എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവളായ എന്റെ ഭാര്യ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ാണ് എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു റമദാൻ മുഴുവൻ ആളുകളൊക്കെ പല ആളുകൾ നിസ്കരിക്കാൻ വന്നപ്പോ മാസ്ക് ധരിച്ചാ വന്നത്. ഹൗദിൽ നിന്നൊരാളും വുദു എടുത്തില്ല. ഹൗദിൽ നിന്ന് വുദു എടുക്കാൻ പേടിയാണ്. വീട്ടിൽ നിന്ന് വുദു എടുത്താണ് വരിക. അവിടെയുള്ള വെള്ളത്തിൽ നിന്ന് കാല് കഴുകാൻ വരെ ആളുകൾക്ക് പേടി. അടുത്ത് നിന്ന് സംസാരിക്കൂല. ഒരൊറ്റ മരണം, ഒരൊറ്റ പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് നമ്മുടെ ചുറ്റുപാട് തളർന്നു പോകും. അതുകൊണ്ട് ഇത്രയും ഭീതിതമായ ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുമ്പോഴാണ് അല്ലാഹു ഈ നാട്ടിൽ അത് വരുത്താതിരിക്കാൻ, നമ്മുടെ നാടിന് സംരക്ഷണം നൽകാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് മനസ്സറിഞ്ഞ് ബറക്കത്തിന്റെ ദുആ, എല്ലാത്തിനും ബറക്കത്താണ്. ആ ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആ ചെയ്യുകയാണ്.